തെക്കൻ തമിഴ്നാട്ടിൽ മഴയ്ക്ക് നേരിയ ശമനം. തിരുനെൽവേലി, തെങ്കാശി, തൂത്തുക്കുടി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പലയിടത്തും പെയ്ത റെക്കോർഡ് മഴയിൽ വീടുകളും റോഡുകളും വെള്ളത്തിനടിയിലായി. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് 5 പേർ മരിച്ചു. സെന്റിമീറ്റർ വരെ മഴ എന്ന ശരാശരിയും കടന്ന് 53.4 സെന്റിമീറ്റർ മഴയാണ് തമിഴ്നാട്ടിൽ രേഖപ്പെടുത്തിയത്. മനുഷ്യജീവന് പുറമെ 100-ലധികം കന്നുകാലികൾ ചത്തൊടുങ്ങി. 20 ജില്ലകളിലായി 400-ലധികം വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. 50 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2000-ലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. 24 മണിക്കൂറിൽ തിരുനെൽവേലിയിൽ പെയ്തത് 540 മില്ലിമീറ്റർ മഴ. അമ്പാസമുദ്രം, കോവിൽപ്പട്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ 300 മില്ലിമീറ്ററിലേറെ മഴ പെയ്തു. താമരപർണി നദി കരകവിഞ്ഞൊഴുകിയതോടെ തിരുനെൽവേലി ജില്ലയിൽ മിക്കയിടങ്ങളിലും വെള്ളം കയറി. ചെമ്പരപ്പാക്കത്ത് ജലനിരപ്പ് 23 അടിയിലെത്തി. ചെമ്പരവാക്കം തടാകത്തിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടതോടെ അടയാർ നദി നിറഞ്ഞു. ജലനിരപ്പ് വീണ്ടും കൂടാനുള്ള സാധ്യത കണക്കിലെടുത്ത് നദിക്ക് സമീപമുള്ളവരെ ഒഴിപ്പിച്ചു. വരദരാജപുരം, മുടിച്ചൂർ, പെരുങ്കുളത്തൂർ എന്നിവിടങ്ങളിലുള്ളവരെയും മാറ്റിപ്പാർപ്പിച്ചു. കനത്ത മഴയിൽ തെങ്കാശിയിലും ചെങ്കോട്ടയിലും ഗതാഗതം സ്തംഭിച്ചു. കുറ്റാലം വെള്ളച്ചാട്ടത്തിൽ ശക്തമായ നീരൊഴുക്കാണ്. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും 48 മണിക്കൂറിനുള്ളിൽ തമിഴ്നാട് തീരം ലക്ഷ്യമാക്കി നീങ്ങുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തിങ്കളാഴ്ച മുതൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഡിസംബർ 18 വരെ തമിഴ്നാട്ടിലെ പല ജില്ലകളിലും കനത്ത മഴ തുടരും. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തമിഴ്നാട്, പുതുച്ചേരി, കാരയ്ക്കൽ എന്നിവിടങ്ങളിൽ പ്രവചിച്ചിട്ടുണ്ട്. ഡിസംബർ 17 കടലൂർ, മയിലാടുംതുറ ജില്ലകളിലും കാരയ്ക്കൽ മേഖലയിലും അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. നാഗപട്ടണം, തഞ്ചാവൂർ, തിരുവാരൂർ, വില്ലുപുരം, അരിയല്ലൂർ, കള്ളക്കുറിച്ചി, പുതുക്കോട്ടൈ, തിരുച്ചിറപ്പള്ളി ജില്ലകളിലും പുതുച്ചേരിയിലും കനത്ത മഴയ്ക്കാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്, അമൃത TV.